ശാന്തി 1-5-26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ രാവണന്റെ മതമനുസരിച്ച് ബാബയുടെ അപകീർത്തി ചെയ്തു. അപ്പോൾ ഭാരതം കവടി തുല്യമായി. ഇപ്പോൾ ആ ഒന്നിനെ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കൂ, എങ്കിൽ ധനവാനായി മാറും. ചോദ്യം: ഏണിപ്പടിയുടെ ചിത്രത്തിൽ ഏതൊരു വണ്ടർഫുൾ രഹസ്യമാണ് അടങ്ങിയിരിക്കുന്നത്? ഉത്തരം: പകുതിക്കൽപ്പം ഭക്തിയുടെ ഡാൻസാണ്, പകുതിക്കൽപ്പം ജ്ഞാനത്തിൻ്റെ ഡാൻസാണ്. എപ്പോഴാണോ ഭക്തിയുടെ ഡാൻസ് നടക്കുന്നത്, അപ്പോൾ ജ്ഞാനത്തിൻ്റേത് ഇല്ല. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റേത് നടക്കുന്നത്, അപ്പോൾ ഭക്തിയുടേത് ഇല്ല. പകുതിക്കൽപ്പം രാവണൻ്റെ പ്രാപ്തി നടക്കുന്നു, പകുതിക്കൽപ്പം കുട്ടികളായ നിങ്ങൾ പ്രാപ്തി അനുഭവിക്കുന്നു. ഈ ഗുഹ്യമായ രഹസ്യം ഏണിപ്പടിയുടെ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തി മാർഗത്തിൽ വളരെയധികം ഭക്തിയുടെ ഡാൻസ് ചെയ്തു. ജ്ഞാനത്തിൻ്റെ ഡാൻസ് അല്ല ചെയ്തത്. ഭക്തിയുടെ ഡാൻസ് എപ്പോഴാണോ നടക്കുന്നത്, അപ്പോൾ ജ്ഞാനത്തിൻ്റേത് ഇല്ല. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റേത് നടക്കുന്നത്, അപ്പോൾ ഭക്തിയുടേത് ഇല്ല. കാരണം ഭക്തിയുടെ ഡാൻസ് ഇറങ്ങുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ഭക്തി ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. എപ്പോഴാണോ ഭക്തി ആരംഭിക്കുന്നത്, അപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രാപ്തി പൂർത്തിയാകുന്നു. പിന്നെ ഇറങ്ങുന്ന കലയുണ്ടാകുന്നു. എങ്ങനെയാണ് ഇറങ്ങുന്നത്, അതും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കുട്ടികളോട് പറയുന്നു, കുട്ടികളായ നിങ്ങൾ എൻ്റെ വളരെയധികം അപകീർത്തി ചെയ്തിരിക്കുന്നു. എപ്പോഴാണോ ഭാരതത്തിൽ ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ വളരെയധികം ഗ്ലാനി ഉണ്ടാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. ഗ്ലാനി എന്ന് എന്തിനെയാണ് പറയുന്നത്, അതും മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഞാൻ വികാരി നരകവാസിയായ ഭാരതത്തെ വന്ന് കൽപ്പകൽപ്പങ്ങളിൽ സ്വർഗവാസിയാക്കി മാറ്റുന്നു. നിങ്ങൾ ആസുരീയ മതമനുസരിച്ച് എൻ്റെ ഗ്ലാനി ചെയ്യുന്നത് കാരണം എത്ര ദരിദ്രമായി പോയി. രാമരാജ്യം ആയിരുന്നു, ഇപ്പോൾ രാവണ രാജ്യമാണ്. അതിനെ തോൽവിയും ജയവും പകലും രാത്രിയും എന്ന് പറയുന്നു. ഇപ്പോൾ ചിന്തിക്കൂ, ഞാൻ എപ്പോഴാണ് വരുന്നത്? ആർക്കാണോ രാജ്യം നൽകിയത്, അവർ തന്നെ രാജ്യം പാഴാക്കിയിരിക്കുന്നു. കണക്ക് മുഴുവൻ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വന്ന് സമ്പത്ത് നൽകുന്നു, പിന്നെ രാവണൻ വന്ന് നിങ്ങളെ ശപിക്കുന്നു. വിശേഷിച്ച് ഭാരതത്തെയും പൊതുവായി ലോകത്തെയും. ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ചും ആർക്കും അറിയില്ല. ആദ്യം ഭാരതം തന്നെയാണ് ഉണ്ടായിരുന്നത്. എപ്പോൾ ഉണ്ടായിരുന്നു? ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു? ഇതൊന്നും ആർക്കും അറിയില്ല. യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ആരാണോ ദേവതയായിരുന്നത്, അവരുടെ മുഖം മനുഷ്യൻ്റേത്, സ്വഭാവം ദേവതമാരുടേതും ആയിരുന്നു. ഇപ്പോഴും രൂപം മനുഷ്യൻ്റേതാണ്, സ്വഭാവം ആസുരീയമാണ്. ആർക്കാണോ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്, അവർ മനസ്സിലാക്കുന്നില്ല. കാരണം പാരലൗകിക പിതാവിനെ തന്നെ അറിയുന്നില്ല. കൂടുതൽ ഇരുന്ന് അപകീർത്തി ചെയ്യുന്നു. ബാബയുടെ അപകീർത്തി ചെയ്ത് പൂർണ്ണമായും കവടി തുല്യമായി പോയി. ഭാരതത്തിൻ്റെ ഡൗൺഫോൾ ഉണ്ടായി. ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോഴുണ്ടാകുന്നു? ബാബ പറയുന്നു, അപ്പോഴാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ തന്നെ മനസ്സിലാക്കിച്ചിരുന്നു. ഈ ദൈവീക സമ്പ്രദായത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ എപ്പോൾ വരുന്നു എന്ന് മനുഷ്യർക്ക് അറിയുകയില്ല. സത്യയുഗത്തിലും ത്രേതായിലും വളരെ വലിയ സന്തോഷത്തിൻ്റെ പ്രാപ്തി അനുഭവിക്കുന്നു. പിന്നെ ദ്വാപരം മുതൽ രാവണന്റെ ശാപം നേടി തീർത്തും ഇല്ലാതാകുന്നു.
ദേവതമാർ പ്രാപ്തി അനുഭവിച്ച് ത്രേതയുടെ അന്തിമത്തിൽ ഇല്ലാതാകുന്നു. പിന്നെ രാവണന്റെ ആസുരീയ പ്രാപ്തി ആരംഭിക്കുന്നു. ഭക്തിയും ആദ്യം അവ്യഭിചാരി ആയിരിക്കും, പിന്നെ വ്യഭിചാരി ആയിരിക്കും. ഏണിപ്പടിയുടെ ചിത്രം ശരിയായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വസ്തുവും സതോ പ്രധാനം, സതോ രജോ തമോ ആകുന്നു. കലർപ്പ് ചേർന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ധാരണയുണ്ടാകുന്നത് കുറവാണ്. ചിലർക്കാണെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള ബുദ്ധിയേ ഇല്ല. ചിലർ നല്ല അനുഭവിയാണ്. അവരുടെ ധാരണ വളരെ നല്ലതായിരിക്കും. നമ്പർ വൈസ് ആണല്ലോ. സ്റ്റുഡൻസ് ഒരേപോലെ ആയിരിക്കില്ല. ഏതെങ്കിലുമൊക്കെ നമ്പർ തീർച്ചയായും വയ്ക്കും. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത പിതാവും സൃഷ്ടിയുടെ രചയിതാവുമാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കും. ഓർമ്മയിലൂടെ തന്നെയാണ് മാലിന്യം മാറുന്നത്. കേവലം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾ ഭാരതവാസികൾ സത്യയുഗത്തിൽ സതോ പ്രധാനമായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ തമോ പ്രധാനം ആയിരിക്കുന്നു. ആത്മാവിലാണ് മാലിന്യം ചേരുന്നത്. പവിത്രമാകാതെ ആർക്കും അവിടെ പോകുവാൻ സാധിക്കില്ല. പുതിയ ലോകം തന്നെ സതോ പ്രധാനമാണ്. വസ്ത്രം പുതിയതാണെങ്കിൽ സതോ പ്രധാനം എന്ന് പറയും. പിന്നെ പഴയതും തമോ പ്രധാനവുമാകുന്നു. ഇപ്പോൾ സർവരുടെയും വസ്ത്രം കീറിപ്പോകുന്ന പാകത്തിലാണ്. എല്ലാം ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുകയാണ്. ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത് അവർ തന്നെ തീർത്തും ദരിദ്രമായിരിക്കുന്നു. വീണ്ടും അവർക്ക് തന്നെ ധനികരാകേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ മനുഷ്യർ അറിയുന്നില്ല. ഭാരതം സ്വർഗമായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. മറ്റെല്ലാ ധർമ്മത്തിലുള്ളവരും പിന്നീടാണ് വന്നത്. ബാബ നിങ്ങൾക്ക് റിയൽ ആയ കാര്യം ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഗീതയ്ക്ക് നോക്കൂ എത്ര മാന്യതയാണുള്ളത്. പഠിച്ച് തീർത്തും താഴേക്ക് വീണുപോയി. അപ്പോൾ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ, നമ്മൾ ഭ്രഷ്ടാചാരിയായിരിക്കുന്നു. സദ്ഗതി ഭഗവാന് തന്നെയാണ് നൽകുവാൻ സാധിക്കുന്നത്. ബാക്കി ശാസ്ത്രങ്ങളിലെല്ലാം ഭക്തിമാർഗമാണ്. നമ്മൾ ബാബയുടെ ജ്ഞാനത്തിലൂടെ ദേവതയാകുന്നു എന്നത് നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നു. ഇപ്പോൾ മുഴുവൻ ലോകത്തോടും വൈരാഗ്യമാണ്. സന്യാസിമാരും ഭക്തി ചെയ്യുന്നു. ഗംഗാ സ്നാനവും മറ്റും ചെയ്യുന്നുണ്ടല്ലോ. ഭക്തിയും സതോ പ്രധാനം, പിന്നെ രജോ തമോ ആകുന്നു. ഇതും അങ്ങനെയാണ്. പകുതി കൽപ്പം പകലും പകുതി കൽപ്പം രാത്രി എന്നും പാടപ്പെടുന്നു. ബ്രഹ്മാവിനോടൊപ്പം തീർച്ചയായും ബ്രാഹ്മണരും ഉണ്ടാകും. നിങ്ങൾ ഇപ്പോൾ പകലിലേക്ക് പോകുന്നു. ഭക്തിയുടെ രാത്രി പൂർത്തിയാകുന്നു. ഭക്തിയിലാണെങ്കിൽ വളരെയധികം ദുഃഖമാണ്. അതിനെ രാത്രി എന്ന് പറയുന്നു. അന്ധകാരത്തിൽ തിക്കും തിരക്കും കൊള്ളുന്നു. ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുവാനായി ഭക്തിമാർഗത്തിൽ സദ്ഗതി നൽകുന്ന ആരുമില്ല. നിങ്ങളല്ലാതെ ആരും തന്നെ യഥാർത്ഥ രീതിയിൽ ഭഗവാനെ അറിയുന്നില്ല. ആത്മാവും ബിന്ദുവാണ്, പരമാത്മാവും ബിന്ദുവാണ്. ഈ കാര്യം ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പരമാത്മാവ് തന്നെ സ്വയം വന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ മനസ്സിലാക്കിക്കുന്നു. ബ്രഹ്മാവിനെ പിന്നെ ഭാഗീരഥനായും കാളയുടെ രൂപത്തിലും കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ കാളയുടെ കാര്യമേ ഇല്ല. ബാബ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. പക്ഷേ ആരുടെയും ബുദ്ധിയിൽ പൂർണ്ണ രീതിയിൽ ഇരിക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഞാൻ ആത്മാക്കളായ നിങ്ങളുടെ പിതാവാണ്. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. എന്നിട്ടും പറയുന്നു മറന്നുപോകുന്നു. ആഹാ, ഇങ്ങനെയുള്ള പ്രിയതമനെ അഥവാ ബാബയെ മറക്കാമോ? സ്ത്രീ പതിയെയോ
കുട്ടികൾ തൻ്റെ പിതാവിനെയോ മറക്കാറുണ്ടോ? ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു? ബാബ താങ്കൾ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്, എന്നിട്ടും മറന്നു പോകുന്നു. ബാബ പറയുന്നു, ഓർമ്മിക്കുകയില്ലെങ്കിൽ ഉള്ളിൽ കയറിയിരിക്കുന്ന തുരുമ്പ് എങ്ങനെ മാറും? മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. നമ്മുടേതിന് മറ്റേതെങ്കിലും ധർമ്മവുമായി ബന്ധമില്ല. സ്കൂളിലാണെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിക്കുന്നു. ചിലരാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കുന്നില്ല. ബാബ പഠിപ്പിക്കുന്നു, ഇത് ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ശരി, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഇതും മറന്നു പോകുന്നു. ആർക്കു വേണ്ടിയാണോ പകുതി കൽപ്പമായി ഭക്തി ചെയ്തു വന്നത്, ആ ബാബയെ ഓർമ്മിക്കുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് രാജധാനിയിലേക്ക് പോകും. ഇത് അന്തിമ ജന്മമാണ്. സൂക്ഷ്മവതനത്തിൽ അവരുടെ ഫീച്ചേഴ്സ് അത് തന്നെ കാണുന്നു. വൈകുണ്ഠത്തിലും കാണുന്നു. ഈ മമ്മയും ബാബയും തന്നെയാണ് ലക്ഷ്മി നാരായണൻ ആകുന്നത് എന്നറിയുന്നുണ്ട്. നിങ്ങൾ സത്യയുഗത്തിലായിരിക്കുമ്പോൾ ഈ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കണം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സത്യയുഗത്തിനു ശേഷം ത്രേത വരും, ദ്വാപര വരും, നമ്മൾ താഴെ ഇറങ്ങും എന്നത് അവിടെ അവർക്കറിയില്ല. ജ്ഞാനത്തിൻ്റെ കാര്യം ഉണ്ടായിരിക്കുന്നില്ല. പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ആത്മാഭിമാനിയായിരിക്കുന്നു. പിന്നെ ആത്മാഭിമാനിയിൽ നിന്നും ദേഹാഭിമാനിയായി മാറുന്നു. ഈ നോളജ് കേവലം ബ്രാഹ്മണരായ നിങ്ങൾക്കാണുള്ളത്, മറ്റാരുടെയും അടുക്കലില്ല. ഇത് ജ്ഞാനേശ്വരനും ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. തീർച്ചയായും ബ്രഹ്മാവിൻ്റെ കുട്ടികളായ ബ്രാഹ്മണരെ തന്നെയായിരിക്കും കേൾപ്പിക്കുക. ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ് ബ്രാഹ്മണ സമ്പ്രദായം. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ ഗുണവാനാകുന്നു, സമ്പൂർണ്ണ നിർവികാരി. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുമ്പോഴും നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. കർമ്മം ചെയ്യുക തന്നെ വേണം. ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർന്നിരിക്കട്ടെ. കർമ്മം ഏതും ചെയ്യാം. ആശാരിയുടെ കാര്യവും ചെയ്യാം, രാജ്യഭരണത്തിൻ്റെതും ചെയ്യാം. ജനക രാജാവിൻ്റെ മഹിമയുണ്ടല്ലോ. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കൂ, എന്നാൽ ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർക്കൂ. അപ്പോൾ സമ്പത്ത് ലഭിക്കും. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവ് ബാബ പറയുന്നു, കേവലം ശിവൻ എന്ന് പറയുന്നതിലൂടെ ലിംഗത്തിൻ്റെ ഓർമ്മയായിരിക്കും വരിക. മറ്റെല്ലാവരുടെയും ശരീരത്തിൻ്റെ പേരാണ് പറയാറുള്ളത്. പാർട്ട് ശരീരത്തിലൂടെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ആത്മാഭിമാനിയാക്കി മാറ്റുന്നു. അത് പകുതി കൽപ്പം തുടരുന്നു. ഈ സമയം എല്ലാവരും ദേഹാഭിമാനത്തിലാണ്. അവിടെ ആത്മാഭിമാനിയായിരിക്കും. യഥാ രാജാ റാണി തഥാ പ്രജ. ആയുസ്സും സർവരുടേതും വലുതായിരിക്കും. ഇവിടെ എല്ലാവരുടെയും ആയുസ് കുറവാണ്. ബാബ മുന്നിലിരുന്ന് കുട്ടികൾക്ക് എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഹേ ആത്മാക്കളെ, കാരണം ആത്മാവാണ് ജ്ഞാനം എടുക്കുന്നത്. ധാരണ ആത്മാവിലാണ് ഉണ്ടാകുന്നത്. ബാബയ്ക്കാണെങ്കിൽ ശരീരമില്ല. ആത്മാവിലാണ് മുഴുവൻ ജ്ഞാനവുമുള്ളത്. ആത്മാവും സ്റ്റാറാണ്, ബാബയും സ്റ്റാറാണ്. ആ ഒന്ന് പുനർജന്മം എടുക്കുന്നില്ല. ആത്മാക്കൾ പുനർജന്മം എടുക്കുന്നു. അതിനാൽ ബാബ ജോലി തന്നിട്ടുണ്ടായിരുന്നു. പരമാത്മാവിൻ്റെ മഹിമയും കുട്ടികളുടെ മഹിമയും എഴുതിക്കൊണ്ടുവരൂ. രണ്ടും വേറെ വേറെയാണ്. ശ്രീകൃഷ്ണൻ്റേത് വേറെ മഹിമയാണ്. അത് സാകാരമാണ്. ആ ഒന്ന് നിരാകാരമാണ്. ഇത്രയും ഗുണവാനാക്കിയത് ആരാണ്? തീർച്ചയായും പരമാത്മാവാണ് ആക്കിയത് എന്ന് പറയും. ഈ സമയം നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായമാണ്. നിങ്ങളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ പിന്നെ പ്രാപ്തി അനുഭവിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ആരും പഠിപ്പിക്കുകയില്ല. ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രി തന്നെ ഇല്ലാതാകുന്നു. ഈ ലോകത്തോട് വൈരാഗ്യവും വേണ്ടതാണ്. അതായത് ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിച്ച്
സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. നഗ്നരായി വന്നിരുന്നു വിവസ്ത്രരായി പോകണം. ഈ പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. നമ്മളെല്ലാം പുതിയ ലോകത്തിലേക്ക് പോകുന്നവരാണ്. ഈ ഓർമ്മയുടെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിൽ തന്നെയാണ് ഫെയിലാകുന്നത്. ഓർമ്മിക്കുന്നതേയില്ല. ആരെല്ലാമാണോ മനസ്സിലാക്കുന്നതിനായി വരുന്നത് അവർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവബാബ ബ്രഹ്മാവിലൂടെ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ ഓർമ്മയിലൂടെ നിങ്ങളുടെ മാലിന്യം മാറും. നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറും. വിഷ്ണുപുരി തന്നെയാണ് സ്വർഗപുരി. എത്രത്തോളം സാധിക്കുമോ ബാബയെ ഓർമ്മിക്കൂ. ഏത് പിതാവിനെയാണോ പകുതിക്കൽപ്പം ഓർമ്മിച്ചത് ആ ഒന്ന് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. സ്വയം തന്നെ വന്ന് തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ ആരാണോ എങ്ങനെയാണോ അതേപോലെ വിരളം പേരാണ് അറിയുന്നതും നിശ്ചയം വയ്ക്കുന്നതും. നിശ്ചയമുണ്ടാക്കുമ്പോൾ പുരുഷാർത്ഥം ചെയ്ത് സമ്പത്ത് നേടുന്നു. ശിവ് ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. നിങ്ങൾ പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. യാതൊരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. ശരി, മധുരമധുരമായ സിഖ്ലേതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ ഗുണവാനാകണം. കർമ്മം ഏതുമാകട്ടെ, എന്നാൽ ബാബയുടെ ഓർമ്മയിലിരുന്ന് ചെയ്യണം. യാതൊരു വികർമ്മവും ചെയ്യരുത്. ഈ പഴയ വസ്ത്രം അഥവാ ശരീരം ജീർണിച്ചതാണ്. ഇതിനോടുള്ള മമത്വം മാറ്റണം. ആത്മാവിനെ സദോപ്രധാനമാക്കാനുള്ള പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന അചഞ്ചലവും അഖണ്ഡവുമായ സ്വരാജ്യ അധികാരിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സംഗമയുഗത്തിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ സമ്പത്ത് സദാകാലത്തേക്ക് പ്രാപ്തമാക്കുന്നത്, അതായത് ആർക്കാണോ ബാബയുടെ വില്ലിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഉള്ളത്, അവർ വിൽ പവർ ഉള്ളവരായിരിക്കും. അവർക്ക് മുറിയാത്തതും അചഞ്ചലവുമായ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള അവകാശികൾ, അതായത് സമ്പൂർണ്ണ സമ്പത്തിൻ്റെ അധികാരികൾ തന്നെയാണ് ഭാവിയിൽ അചഞ്ചലവും അഖണ്ഡവുമായ സ്വരാജ്യത്തിൻ്റെ അധികാരം പ്രാപ്തമാക്കുന്നത്. സ്ലോഗൻ: എവിടെ എൻ്റേതെന്ന ഭാവം വരുന്നുവോ അവിടെ ബുദ്ധിയുടെ ചുറ്റിത്തിരിയൽ ഉണ്ടാകുന്നു. മാതേശ്വരിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. കയറുന്ന കലയുടെയും വീഴുന്ന കലയുടെയും മുഖ്യ വേര് എന്താണ്? വളരെയധികം മനുഷ്യർ ഈ ചോദ്യം ചോദിക്കുന്നു. ഇത്രയും പുരുഷാർത്ഥം ചെയ്ത് ജീവൻ മുക്ത പദവി നേടുമ്പോൾ പിന്നെ എന്ത് കാരണത്താലാണ് അവിടെ നമ്മൾ താഴെ വീഴുന്നത്? ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ് എന്ന് നമുക്ക് പറയാം. ഇതിൽ കയറുന്ന കലയും ഇറങ്ങുന്ന കലയും ഉണ്ടാക്കുന്നതിനും ഒരു കാരണം തീർച്ചയായും ഉണ്ട്. ആ കാരണത്തിൻ്റെ ആധാരത്തിലാണ് ഈ കളി നടക്കുന്നത്. എങ്ങനെയാണോ പുരുഷാർത്ഥത്തിലൂടെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ വീഴുന്നതിനും തീർച്ചയായും കാരണമുണ്ട്. ഇപ്പോൾ കാരണവും വലുതൊന്നുമല്ല, ചെറിയൊരു തെറ്റാണ്. എങ്ങനെയാണോ പരമാത്മാവ് എന്നെ ഓർമ്മിക്കൂ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും പദവി നൽകാം എന്ന് പറയുന്നത്, അതേപോലെ എപ്പോഴാണോ ബോഡി കോൺഷ്യസ് ആയി പരമാത്മാവിനെ മറക്കുന്നത് അപ്പോഴാണ് വീഴുന്നത്. പിന്നെ വാമമാർഗത്തിലേക്ക് പോകുന്നു. പിന്നെ 5 വികാരങ്ങളിൽ കുടുങ്ങുന്നതിലൂടെ ദുഃഖമെടുക്കുന്നു. അപ്പോൾ അത് സ്വന്തം കുറ്റമായി, അല്ലാതെ രചയിതാവിൻ്റെ കുറ്റമല്ല. ദുഃഖവും സുഖവും പരമാത്മാവ് തന്നെയാണ് നൽകുന്നത് എന്ന് ലോകർ പറയുന്നു. ഈ പറയുന്നത് തികച്ചും തെറ്റാണ്.
ബാബ സുഖത്തിൻ്റെ രചയിതാവാണ്, അല്ലാതെ ദുഃഖത്തിൻ്റെ രചയിതാവല്ല. ബാക്കി നമ്മൾ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സുഖമെടുക്കുന്നു, ഭ്രഷ്ട കർമ്മത്തിലൂടെ ദുഃഖം അനുഭവിക്കുന്നു. ബാക്കി നല്ല കർമ്മത്തിനുള്ള ഫലവും മോശമായ കർമ്മങ്ങൾക്കുള്ള ശിക്ഷയും പരമാത്മാവിലൂടെ തീർച്ചയായും ലഭിക്കുന്നു. എന്നാൽ സുഖവും ദുഃഖവും രണ്ടും പരമാത്മാവാണ് നൽകുന്നത് എന്ന് പറയുകയില്ല. അങ്ങനെയല്ല. പരമാത്മാവാണെങ്കിൽ കയറുന്ന കലയിൽ നമ്മുടെ കൂടെയുണ്ട്. ബാക്കി വീഴ്ത്തുന്നത് മായയാണ്. കോമൺ രീതിയിൽ ആരുടെയെങ്കിലും കൂട്ടോ സഹായമോ എടുക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ്. ബാക്കി ദുഃഖമെടുക്കുന്നതിന് വേണ്ടി ആരും ആരുടെയും കൂട്ട് എടുക്കാറില്ല. പിന്നെ എങ്ങനെയെല്ലാമുള്ള കർമ്മമാണോ അങ്ങനെയുള്ള ഫലത്തിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഈ ഡ്രാമയുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും കളി തൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തുച്ഛബുദ്ധിയായ മനുഷ്യർ ഈ രഹസ്യത്തെ അറിയുന്നില്ല. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. സമയമനുസരിച്ച് ഇപ്പോൾ സദാ അചഞ്ചലവും ആടാത്തവരും സർവ ഖജനാവുകളാൽ സമ്പന്നവുമായിരിക്കൂ. അല്പമെങ്കിലും ചഞ്ചലമായെങ്കിൽ സർവ ഖജനാവുകളുടെയും അനുഭവം ഉണ്ടാവുകയില്ല. ബാബയിലൂടെ ലഭിച്ച ഖജനാവുകളെ സദാ നിലനിർത്തുന്നതിനുള്ള ഉപാധിയാണ് സദാ അചഞ്ചലവും ആടാത്തതുമായിരിക്കുക. അചഞ്ചലമായി ഇരിക്കുന്നതിലൂടെ സദാ സന്തോഷത്തിൻ്റെ അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതുപോലെ വിനാശി ധനം, പേര്, മാന്യത, പെരുമ, കസേര തുടങ്ങിയവ ലഭിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുവല്ലോ. ഇതാണെങ്കിൽ അവിനാശി സന്തോഷമാണ്. എന്നാൽ ഈ സന്തോഷം നിലനിൽക്കുന്നത് അചഞ്ചലവും ആടാത്തവരും ഏകരസ സ്ഥിതിയിൽ ഇരിക്കുകയും ചെയ്യുന്നവർക്കാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. സ്വയം ദേഹത്തിൽ നിന്നും വേറിട്ട ശക്തിയായ ആത്മാവാണ് ഞാൻ എന്ന് നിശ്ചയം വരുത്തൂ. സ്വയം തന്നോട് തന്നെ സംസാരിക്കൂ. ഞാൻ ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്. തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എൻ്റെ നിജ സ്വഭാവം ശാന്തിയാണ്. എൻ്റെ നിജധാമം ശാന്തിയുടെ ധാമമാണ്. ഞാൻ ആത്മാവ് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആ ശാന്തിധാമത്തിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പരമപിതാവായ ശിവപരമാത്മാവിൻ്റെ ദിവ്യ നിവാസസ്ഥാനമായ ശാന്തിധാമത്തിൽ
ഞാൻ എത്തിച്ചേരുന്നു. ശാന്തി സാഗരമായ ശിവ പരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ ശാന്തി സാഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ പ്രാപ്തമാക്കി ശാന്തിയുടെ നിറവിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ സാഗരമായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശാന്തിയുടെ ശക്തിയുടെ എത്ര സുന്ദരമായ അനുഭവം ഉണ്ടാവുകയാണ്. എനിക്ക് നാല് ചുറ്റിലും ശാന്തി തന്നെ ശാന്തിയാണ്. പ്രകാശം തന്നെ പ്രകാശമാണ്. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആത്മ അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ ശാന്തിയുടെ ദിവ്യ അനുഭവം നേടിക്കൊണ്ട് ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് എൻ്റെ ഓരോ കർമ്മവും ശാന്തിയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം.
ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഓരോ കർമ്മവും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ കാര്യവും സഫലമാകുന്നു, സാർത്ഥകമാകുന്നു, ശ്രേഷ്ഠമാകുന്നു.